എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ള നിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ആ നിശ്ചയം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടേണ്ടതുപോലെ ക്രമീകരിക്കപ്പെടണം. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യാക്കോബ് എന്ന് പറയുന്ന ആ ഇസഹാക്കിന്റെ മകൻ, അവന് യാക്കോബ് എന്ന പേരുണ്ടായിരുന്നു. ആ പേരിന്റെ അർത്ഥം ഉപായി എന്നാണ്. ഉപായി. സ്തോത്രം. അപ്പോൾ ആ പേര് വെച്ചുകൊണ്ട് അവന് സ്വർഗത്തിൽ പോകാൻ അതൊരു തടസ്സമായിരുന്നു. എന്നാൽ എല്ലാ ഉപായങ്ങളും ഈ ലോകത്തിൻ്റെതായ അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് ഒരു നല്ല ദൈവ പൈതലായി വിശ്വസ്ത സാക്ഷിയായി ജീവിക്കത്തക്കവണ്ണം സർവശക്തനായ ദൈവം യാക്കോബിനെ ഒന്ന് തൊട്ടിട്ട് അവന്റെ തുടയിന്റെ കീഴിൽ ഹാലിൽ തൊട്ടു. ഹാലലിയ. തൊട്ടപ്പോൾ അവന് അവിടെ ഒരു ഉളുപ്പുണ്ടായി. മാത്രമല്ല, അതിനുശേഷം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? യാക്കോബിനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാ. എന്നാൽ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന വിളിക്കപ്പെടുന്നു. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു. ആരോടാ? യാക്കോബ് ആരോടാ മല്ല് പിടിച്ചത്? മനുഷ്യരോട് ആരോടാ മല്ല് പിടിച്ചത്? തന്റെ സഹോദരനോട്. ശരിക്കും പറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു. സ്വതന്ത്രം. തന്റെ സഹോദരനോട് പോരാടി ജയിച്ചു. തന്റെ സഹോദരൻ രണ്ടുപേരും ഒരുമിച്ച് ജനിച്ചല്ലോ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, സഹോദരന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. ഹല്ലേലൂയ. പിന്നെ അനുഗ്രഹങ്ങളും തട്ടിയെടുത്തു. എന്നിട്ടോ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുകയും അനുഗ്രഹം തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തത് ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. യാക്കോബിനെ സർവശക്തനായ ദൈവം സ്നേഹിച്ചു. ഏശാവിനെ ദൈവം ദ്വേഷിച്ചു. ഏശാവിനേക്കാൾ സർവശക്തനായ ദൈവം ഇഷ്ടപ്പെട്ടത് യാക്കോബിനെ. അതിന്റെ മുഖാന്തരം, അതിന്റെ കാരണം കൊണ്ട് യാക്കോബിന് ചില പ്രത്യേക അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കാൻ സർവശക്തനായ ദൈവം തീരുമാനിച്ചു. അതിന്റെ പരിണിത ഫലമാണ് യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതും പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തതും ഒക്കെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. മാത്രമല്ല, അവൻ മനുഷ്യനോട് മല്ല് പിടിച്ച് അവിടെ ജയിച്ചു. സ്തോത്രം. ലാബാന്റെ വീട്ടിൽ ലാബാന്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവൻ സ്നേഹിച്ച റാഹേലിന് വേണ്ടി 7 വർഷം സേവിച്ചു. പിന്നെയും അവന്റെ ജീവിതത്തിൽ തന്റെ അമ്മായിപ്പൻ അവനെ ചതിച്ചപ്പോൾ ആ ചതി മനസ്സിലാക്കി ലേഖയായി അവനെ വിട്ടുകൊടുക്കുകയും പിന്നീട്
റാഹേലിന് വേണ്ടി ഇനി ഒരു 7 വർഷം കൂടെ സേവിക്കണമെന്ന് പറഞ്ഞു. അതിനും അവൻ തയ്യാറായി. അങ്ങനെ 7 വർഷം വീണ്ടും സേവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ 7 വർഷം ലേയയ്ക്ക് വേണ്ടി സേവിച്ചു കഴിഞ്ഞപ്പോൾ അത് റാഹേലിന് വേണ്ടി പിന്നീട് 7 വർഷം സേവിച്ച് റാഹേലിനെ വിട്ടുകൊടുത്തു. അതിനുശേഷം പിന്നെ ആടുമാടുകൾക്ക് വേണ്ടി, വസ്തുവകകൾക്ക് വേണ്ടി ഒക്കെ പിന്നെയും ഒരു ഹല്ലേലൂയ കാലഘട്ടം അവനെ സേവിച്ചു. എന്നിട്ടോ അതെല്ലാം അവന് വിജയമായിരുന്നു. അതെല്ലാം വിജയമായിരുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്തു. ജീവിതം വിശാലമായി. അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഒറ്റയൊരുത്തനായിട്ട് പോയിട്ട് 70 പേരായിട്ട് അത് പടങ്ങി വരത്തക്കവണ്ണം അവനെ ദൈവം മാനിച്ചു. അപ്പോൾ അവിടെ യാക്കോബിന്റെ പേര് മാറ്റിയത് ഇസ്രായേലാക്കി കഴിഞ്ഞപ്പോൾ അവൻ അനുഗ്രഹം കൂടെ കൊടുത്തു. ആ അനുഗ്രഹം അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ആ പേര് പിന്നീട് ലോക പ്രശസ്തമായ ഒരു പേരായി തീർന്നു. ലോക പ്രശസ്തമായ ഒരു പേരായി യാക്കോബിന്റെ പേര്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്നുള്ള പേര് പ്രശസ്തി ആർജിച്ച ഒരു വലിയ പേരായി തീർന്നു. ഇന്ന് ലോകം യാക്കോബിന്റെ പേരിനാലാണ്, ഇസ്രായേൽ എന്ന പേരിനാലാണ് ആ രാജ്യവും ആ ജാതിയും അറിയപ്പെടുന്നത്. അതിന്റെ കാരണം ഹല്ലേലൂയ, യാക്കോബ് തന്റെ ജീവിതത്തിൽ ഉപായിയായിരുന്നു. അവന്റെ ജീവിതത്തിലെ ഉപായ ചിന്തകളും അങ്ങനെയുള്ള സ്വഭാവ രീതികളെല്ലാം സമ്പൂർണമായി വെറുത്ത് അതിൽ നിന്ന് ഹല്ലേലൂയ ക്രമീകരിക്കപ്പെട്ട ഒരു നല്ല മാനസാന്തരത്തോടെ മടങ്ങി വന്നപ്പോൾ സ്വർഗ്ഗസ്ഥനായ ദൈവം ഹല്ലേലൂയ അവനെ മാനിച്ചു. ദൈവങ്ങളെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന തന്റെ മക്കളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. പേര് പോലും മാറ്റി തരും. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും മാറ്റും. ഹല്ലേലൂയ. അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവമക്കള് ദൈവത്തോട് കൂടുതൽ അടുക്കുക. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, ഈ പേര് ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ദൈവത്താൽ നിർണയിക്കപ്പെട്ട പേരുകളാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ പല പേരുകളാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ആ പേരൊക്കെ ദൈവത്തിന്റെ പ്രകാരം വീണതാ എന്ന് വിചാരിക്കുക. നമ്മുടെ മാതാപിതാക്കൾ പേരിട്ടെങ്കിലും അതിന് മുൻപേ സർവശക്തനായ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ നിലയിലാണ് നമ്മെ സ്വർഗ്ഗസ്ഥനായ ദൈവം മാനിച്ചത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരുകൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പേരുകളാണ്. അതുകൊണ്ട് ഈ പേര് ഒരു അപമാന വിഷയമായി ഹല്ലേലൂയ സ്വർഗത്തിൽ പ്രസ്താവിക്കപ്പെടരുത്. അത് അനുഗ്രഹമായിരിക്കണം. അത് കീർത്തിക്കും പുകഴ്ചയ്ക്കും മാനത്തിന് കാരണമായിരിക്കണം നമ്മുടെ പേര്. അതിന് നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശാവ് പറഞ്ഞു, ഹല്ലേലൂയ, അവൻ എന്നെ 2 പ്രാവശ്യം ചതിച്ചു, അവന്റെ പേര് യാക്കോബ് നല്ലോന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ സർവശക്തനായ ദൈവം അവനോട് പറയുക, നീ മനുഷ്യരോടും ദൈവത്തോടും പൊരുതി ജയിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ പേരുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി ഈ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതേണ്ടതെന്ന് വിചാരിക്കണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാം. കർത്താവേ, നമ്മുടെ പേര്
ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്റെ പേരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പേര് വിളിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് ഹല്ലേലൂയ ഒന്ന് പുനർവിചിന്തനം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പേരിനൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കാണാൻ കഴിയും രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഹാലയുടെ പറയുന്നുണ്ട്. അപ്പോൾ ബോവസ് ഹല്ലേലൂയ നീ ഈ ബോവസിന്റെ പുസ്തകത്തിൽ 2 വീണ്ടെടുപ്പുകാരെ കുറിച്ച് കാണുന്നുണ്ട്. 2 പേര്. ഒന്ന് ഹല്ലേലൂയ അടുത്ത ചാർച്ചക്കാരൻ, 2 ബോവസ്. ബോവസ് ഹല്ലേലൂയ അടുത്ത ചാർച്ചക്കാരുടെ ഒപ്പം ഹല്ലേലൂയ ബന്ധമില്ലെങ്കിലും ഹല്ലേലൂയ വീണ്ടെടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് ബോവസ്. ബന്ധുക്കാരനാണ്. അപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീണ്ടെടുപ്പുകാരനുണ്ടായിരുന്നു. അവന് വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടെടുക്കരുത് എന്ന് പറഞ്ഞ് ആ വീണ്ടെടുപ്പുകാരനെയും ബോവസ് വിളിച്ചു വരുത്തിയിട്ട് ഹല്ലേലൂയ ദേശത്തെ പ്രധാന ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവനോട് ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എലിമേലെക്കും നവോമി അതെ ഈ ദേശം വിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൾ തിരികെ വന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കണം. അല്ല അവളുടെ അവന്റെ ആ വസ്തുവകകൾ വീണ്ടെടുക്കണം. അതിന് നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടെടുക്കാൻ പോകുന്നു. എന്നാൽ രണ്ടാമത് പിന്നെയും ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ഹല്ലേലൂയ ആ വീണ്ടെടുപ്പുകാരന്റെ വസ്തുക്കൾ വീണ്ടെടുക്കുമ്പോൾ തന്നെ അവന്റെ പേര് നിലനിർത്താൻ അവൻ വിവാഹം കഴിച്ചു. മരിച്ചവന്റെ ഭാര്യയും കൂടെ വീണ്ടെടുക്കണം. അത് നിനക്ക് പറ്റുമോ ചോദിച്ചു. സ്തോത്രം. അവൻ പറഞ്ഞു പറ്റിയെന്ന് പറഞ്ഞു. എനിക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. അവന് വേറെ ചില കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടൊരു വീണ്ടെടുപ്പ് വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു. ഈ രൂത്തിന്റെ പുസ്തകത്തിലെ 2 വീണ്ടെടുപ്പുകാര് അതിന്റെ നിഴലായിട്ട് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമം എന്ന് പറയുന്നതാണ് ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ. പുതിയ നിയമം എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരനാണ് ബോവസ്. പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെയാണ് ബോവസ് ചൂണ്ടിക്കാണിക്കുന്നത്. പഴയ നിയമം ഹല്ലേലൂയ പഴയ നിയമപ്രകാരം ജാതീയമായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ പഴയ നിയമത്തിന് കഴിയാതിരുന്നപ്പോൾ പഴയ നിയമത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മനുഷ്യരെ ഹല്ലേലൂയ ജാതീയരായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ